എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്. പനിയായിരുന്നു ഇവിടെ, വീടടക്കം പനിയായിരുന്നു ഇവിടെ എല്ലാവർക്കും. എനിക്കിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ന് എൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷനാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നുമല്ല, കുട്ടി സെലിബ്രേഷൻ ഉണ്ടാവും. നമ്മൾ പൂക്കളം ഒക്കെ ഇടുന്നുണ്ട് രാവിലെ ചെന്നിട്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തേക്കുള്ളൂ, അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നല്ല ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ഏരിയത്തെ സ്റ്റാഫും 10-30 ആളുകളൊക്കെ വന്നിട്ട് ഭയങ്കര സംഭവമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഓഫീസിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ സാറിൻ്റെ തന്നെ വേറൊരു ഓഫീസിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഓഫീസിൽ പോകാൻ പോലും പറ്റില്ല, മൊത്തം പൊളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇട്ടിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1 വീക്കും കൂടെ പിടിക്കുന്നതാണ് ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം ഓണം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഓണത്തിന് മുന്നേ തന്നെ സെലിബ്രേഷൻ വെച്ചാലല്ല അതിൻ്റെ രസം. നമ്മൾ തന്നെ ആയിട്ട് കുട്ടിയാണെങ്കിലും കുട്ടി സെലിബ്രേഷൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തായാലും ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ട്, ഇന്ന് പൂവിടണം, പൂവൊക്കെ ഇട്ടിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടി. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഞാൻ പൂക്കളിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നേരെ പോയിട്ട് പൂവിടണം. ചന്ദനക്കുറിയൊന്നും തൊട്ടില്ല, തൊടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുപ്പിവെള്ളമൊക്കെ ഇട്ടിട്ട്, ഞാൻ വലിയൊരു ചുമക്കാണ് ആദ്യം ഇട്ടത്. പക്ഷേ എങ്കിൽ ഈ ഡ്രസ്സ് എനിക്ക് അത്ര മാച്ച് ചെയ്ത് തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു കുർത്തിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്, കണ്ടോ. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ എന്തായാലും കാണിച്ചാൽ അവിടെ പത്രമൊക്കെ കിടക്കുന്നുണ്ട്, എല്ലാം പറ്റി കിടക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് നേരം വൈകരുത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി പൂവിടണം, സമയം വൈകിയിട്ടുണ്ട്, 8 മണി കഴിഞ്ഞു. ഇപ്പോൾ വേഗം പോയിട്ട് ഇനി പൂവിടണം. അത് കഴിഞ്ഞിട്ട് വിഷ്ണുവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. കുട്ടി ഒരു ചുമക്കാണ്ട്, അപ്പോൾ ഇട്ടത് വലുത് ചേരുന്നില്ല. അപ്പോൾ പിന്നെ ചെറുതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു ഇങ്ങനത്തെ ടോപ്പിന് ഇങ്ങനെ കുപ്പിവെള്ളമൊക്കെ ഇട്ടിട്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ ട്രഡീഷണലൊക്കെ ഇടുമ്പോൾ കുപ്പിവെള്ളം ഇടാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇത് ഇടാൻ ഭയങ്കര പേടിയാട്ടോ, എന്താണെന്ന് അറിയില്ല. വള പൊട്ടോ എന്നാണ് എൻ്റെ പേടി. കൈ മുറിയോന്നൊന്നുമല്ല കേട്ടോ, വള പൊട്ടി പോവോ. എൻ്റെ കൈന് തീരെ ഒതുക്കല, ഞാൻ വള ഇടാറേയില്ല, അതുകൊണ്ട് ഒതുക്കലാത്ത കൈയാണ്. അത്യാവശ്യം വലിയ സൈസിലുള്ള വള തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പോയിട്ട് പൂവിട്ടിടാം. ഞാൻ പൂവിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ പൂക്കളം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ ഇങ്ങനെ ഇടണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എണീച്ചപ്പം മുതലുള്ള മഴയായിരുന്നു. മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം കുട ചൂടി ഞാൻ ജസ്റ്റ് വട്ടം മാത്രമാണ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വലിയ പൂക്കളാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ പൂക്കളം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചുമ്മാ ഒരു സ്റ്റാർ വരച്ചിട്ട് വട്ടം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇന്നലെ പൂ വാങ്ങിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ല, 100 രൂപയ്ക്ക് ഞാൻ പൂ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതിൽ മിക്സഡ് എല്ലാ പൂ ഇടാറുണ്ട് കേട്ടോ. ഇന്നലെ വേറൊരു ചേട്ടനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷോർട്സും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു ഇടയിൽ കൂടെ. അപ്പോൾ അതുകൊണ്ട് പൂ ഇടുന്ന ശ്രദ്ധിച്ചില്ല. അവർ ഇന്നലെ റോസാപ്പൂ ഇട്ടില്ല, അതുപോലെ തന്നെ ഒരു വെള്ള പൂവുണ്ട്, വെള്ള ജമന്തിയാണ് എന്തോ തോന്നുന്നു പറയുന്നത്. ആ പൂവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആകെ ഓറഞ്ച് മല്ലിക, മഞ്ഞ മല്ലിക, പിന്നെ അരളിപ്പൂ, ഒരു ഏക്കർ അരളിപ്പൂവാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 50 രൂപയ്ക്ക് അവർ അരളിപ്പൂവാണ് ഇട്ടിട്ടുള്ളത്. അതും കുറച്ച് വാടാമല്ലി. അതുകൊണ്ട് ആകെ ഇത്ര പൂവേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ പോയിട്ട് റോസാപ്പൂവും വെള്ളപ്പൂവും സെപ്പറേറ്റ് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വിഷ്ണു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. സംഭവം നേരം വൈകിയിട്ടുണ്ട്. എന്ന് നേരത്തെ പോകണമെന്ന് വിചാരിക്കുന്നത് അതെങ്ങനെയായാലും ലേറ്റ് ആയിട്ട് ഞാൻ പോകത്തുള്ളൂ. അയ്യോ, വെയിലടിച്ചിട്ട് ഞാൻ ഗ്ലോ ചെയ്യുന്നു ഗൈസ്. ഞങ്ങളെല്ലാവരും ഇതാ പൂ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാട്ടോ. രേഷ്മേച്ചി കൂടെ വന്നേ, എങ്ങോട്ട് വാ. പിന്നെ രേഷ്മേച്ചി ഇതാ ജീനേച്ചാടെ 50 ഗ്രാം എടുക്കണേ, വേറെ എടുക്കാം. 30 രൂപ. ആ അതന്നെ, ഈ റെഡ് വെച്ചാ പോരെ. റെഡ് ആവുമ്പോഴല്ലേ എടുപ്പുണ്ടാവുക. ഇതോ നല്ലതേതാ ഒരുപോലെ ഞങ്ങൾ സെന്റർ പോർഷനിൽ വെക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പൂ എടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെട്ടൂലേ തണ്ട്? ആ, നമ്മൾ അടത്തിട്ട് വെട്ടാം. ഞങ്ങളങ്ങനെ പൂവൊക്കെ വാങ്ങിയിട്ട് ഇപ്പം നേരെ ബ്യൂട്ടി ഫാൻസിലാണ് പോകുന്നത്. നമുക്ക് ഒരു ബ്ലേഡും ചോക്ക് നൂലൊക്കെ വാങ്ങിക്കണം പൂക്കളം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. നേരെ നമ്മൾ ഫാൻസിയിലെത്തി. ജീനേച്ചാണ് പൂ കൊണ്ട് നിൽക്കണം. ഇന്നലെ പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് രാവിലെ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് പൂ ഉണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് തന്നെ വാങ്ങിപ്പോയി. നരന്ത് വെച്ച് കഴിച്ചു. ഞങ്ങൾ രണ്ടാളും ചുന്നിങ് ആയിരിക്കുകയാണ്, ഒരേപോലെ പൂവൊക്കെ കുത്തിയിട്ടോ. ജി പുറം തിരിഞ്ഞ്
നശിപ്പിച്ചു. ഇത് രണ്ടുമാണ്. അപ്പൊ നമ്മൾ പൂ ഇടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. മാനേജർ ഇവിടെ ഇരുന്നിട്ട് പൂ പിച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വന്നപ്പോ തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമ്മൾ വർക്കിന്റെ പരമായിട്ടുള്ളത് അതൊക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇപ്പൊ നമ്മൾ നേരെ ഈ പൂ റെഡിയാക്കാനുണ്ടോ. ശരിക്കും ടൈലിൽ വരയ്ക്കാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. വലിയ കാർത്തി ചോക്കയും നൂലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കയ്യിൽ നിന്ന് എടുത്ത് ഇടാന്നുണ്ടോ പ്ലാൻ ചെയ്യുന്നത്. കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങൾ രണ്ടാളോട്. ഇപ്പൊ ഇത്ര പൂവ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് തന്നെ 350 രൂപയില്ലേ? 350 രൂപേന്റെ പൂവാണ് കേട്ടോ. തുള്ളിയുള്ളൂ. ഒരു വൈറ്റ് പൂ പിച്ചിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ബാക്കി പരിപാടി നോക്കട്ടെ. ഇതാണ് നമ്മൾ സെന്ററിൽ ഇടാൻ വേണ്ടി വാങ്ങിച്ച പൂവ്. നല്ല ഭംഗിയുള്ള. അപ്പൊ നമ്മൾ ഏകദേശം ഒരുവിധം പൂവൊക്കെ സെറ്റ് ആക്കിയിട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ 350 രൂപയ്ക്ക് ഇത്രേ പൂവേ കിട്ടിയിട്ടുള്ളൂ. റോസാപ്പൂവായി, ഇത് വാടാമല്ലി, പിന്നെ ഇത് മഞ്ഞ ജമന്തി, പിന്നെ മഞ്ഞ മല്ലിക, ഓറഞ്ച് മല്ലിക ഒക്കെ. ചായ കുടിക്കാൻ പോകണ്ട, ഭയങ്കര വിശപ്പം. ചായ ഒരു പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ജീനേഷ് അതേപോലെ തന്നെ. കറിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വിശപ്പം. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പഴമുണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയുള്ള ഒരു ഇത്. അപ്പം എന്തായാലും ചായ കുടിച്ചിട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് പൂവിടണ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പൂവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ എല്ലാം പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഏകദേശം ഉച്ചയാവരായപ്പോഴാണ് ഞങ്ങളുടെ പൂ കായൊക്കെ ഉണ്ട്. നമ്മളിവിടെ പൂവിടാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. സെന്ററിൽ എന്റെ ഈ ഒരു വെള്ളപ്പൂവല്ല, ഈ ചുവന്ന പൂവിടാന്ന് വിചാരിച്ചത്. ആഷിക്ക് കളിയൊക്കെ ചെയ്യും. അത്ര കട്ടിക്കാൻ കിട്ടണ്ട മുത്തേ. അല്ല, ഇത് ഇന്നാലെ ഈ പൂ നിൽക്കുള്ളൂ, ചരിയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓരോന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതാ ഇങ്ങനെയാട്ടോ നമ്മളിപ്പോ ഏകദേശം വരച്ച് വെച്ചിട്ടുള്ള എല്ലാരും കുത്തിയിരുന്ന് പൂ ഇട്ടോണ്ടിരിക്കുക. ഇതിപ്പോ ശരിക്കും ഇവിടെ ചോക്കയില് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ ഞങ്ങളൊരു ഏകദേശം ഉദ്ദേശത്തിലാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഇത്ര ഇട്ടിട്ടുണ്ട്. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. വരച്ചിട്ടൊന്നുമല്ല, ഞങ്ങള് കഴിവാണ്. ഞങ്ങൾ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. തൂണി കയറിയിരിക്കുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കണം. അപ്പൊ ചെയ്യുന്നത് ഇതൊന്നും വിശദമായിട്ട് കാണിച്ചിട്ട്. അപ്പൊ ഈ മഞ്ഞ മറ്റേ നമ്മളെ വെള്ള ജമന്തിന്റെ എത്ര കളറുണ്ട്? വേറെ കുറെ കളറുണ്ട്. ഇതിപ്പോ PNS എഴുതാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വെക്കും. ഇതുകൊണ്ട് ഇപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതോണ്ട് രണ്ടും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ കിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതാണ്ടോ നമ്മളുടെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക്. PNS എന്നൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? നമ്മൾ വരയ്ക്കാതെ നമ്മളെ കഴിവിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവമാണ്. എല്ലാവരും വരിയായി നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ പൂക്കളഞ്ഞി. ഇപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ്ട് പോകുന്നത്. ക്ഷീണിച്ചു പോയി. ഉച്ചയായിട്ടോ, പൂക്കൾ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. സംഭവം ഇങ്ങനെ ഞങ്ങൾ ഇട്ടത്. ഇങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും വരിയായി നിരനിരയായി ഇരിക്കുന്നുണ്ട്. ആശിക്കിപ്പുറത്തുമുണ്ട്. ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് പോകും. അപ്പം ഇതൊക്കെയാണ് നമ്മളെ കറി ഉള്ളത്. ഒരു ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഇതെന്താ വൻപയർ തോരനുണ്ട്. ഇതെന്തോ മധുരമുള്ളൊരു കറിയാണ്. ഇത് ക്യാബേജ് തോരൻ, ഇത് പച്ചടിയാണെന്ന് തോന്നുന്നു. പപ്പടമൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അവിയൽ അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ഇത് പോണ സദ്യയില്ല ചിക്കൻ. ഇത് പുളിഞ്ചാണ്. പിന്നെ ശർക്കര വരട്ടി, ചിപ്സ്, വേറെ എന്താ മോര് കറി ഉണ്ട്. പിന്നെ നമ്മളുടെ സ്വന്തം പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ കുശാൽ സദ്യ ഞങ്ങൾ കഴിക്കട്ടെ. നമ്മളുടെ ഓണ സെലിബ്രേഷനൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. സദ്യ കഴിച്ച് ആകെ ക്ഷീണിച്ചിട്ട് അതാ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു കുട്ടി വീഡിയോ ഉണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഓണ സെലിബ്രേഷനൊന്നും അല്ല. നമ്മളുടെ ഓഫീസൊക്കെ പുതുക്കി പണിതിട്ട് അടുത്ത വർഷം എന്തായാലും ഗംഭീരമായിട്ട് നടത്തണം എന്നാണ് ഞങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ. അതുപോലെ നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം. അടിപൊളിയാവട്ടെ. ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി തീരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാം.